ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ഹെയർ ഗ്രോത്ത് സിറമാണ്. അതായത് ഇതൊരു ഡബിൾ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സിറമാണ്. നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പം നമുക്കതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് സത്യ. ഞാൻ ബ്യൂട്ടി വ്ളോഗറാണ്. കൂടാതെ ഫാഷൻ വീഡിയോസ്, വ്ളോഗ്, ലൈഫ് സ്റ്റൈൽ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോയിലൊക്കെ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൻ ഉണ്ടാവും, അതുകൂടെ ക്ലിക്ക് ചെയ്തേക്കൂ. അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ കിട്ടും, അത് കാണാനും സാധിക്കും. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. ആദ്യം ഒരു ചെറിയൊരു പാത്രത്തിൽ കുറച്ച് അലോവേറ ജെല്ല് എടുക്കാം. നേച്ചുറലായിട്ട് കിട്ടുന്നവർ അതെടുക്കുക. എൻ്റെ കയ്യിൽ ഉള്ളത് ബഞ്ചാറാസിൻ്റെ അലോവേറ ജെല്ലാണ്. വാങ്ങുന്നതിൽ കുറച്ചുകൂടി ബെസ്റ്റ് ബഞ്ചാറാസ് തന്നെയാണ്. ഞാനതൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്. വലിയ സ്പൂണിൽ ഒരു സ്പൂൺ, ചെറിയ സ്പൂണെന്ന് വെച്ചാൽ 2 സ്പൂൺ എടുക്കാം. അതിൽ വന്നിട്ട് നമ്മളുടെ വിറ്റാമിൻ ഇ ടാബ്ലറ്റ് 4 സ്ക്യൂസ് ചെയ്ത് ഒഴിക്കുക. ഒരു നോർമലായിട്ട് മുടിയുള്ള ഒരാൾക്കാണെന്ന് വെച്ചാൽ 4 വേണം. ഇല്ല കുറച്ചേ ഉള്ളൂ എന്ന് വെച്ചാൽ അറിയാം. പക്ഷെ വിറ്റാമിൻ ഇ ടാബ്ലറ്റ് 4 ചേർക്കുന്നതാണ് കുറച്ചുകൂടി സേഫ്. നന്നായിരിക്കും, മുടിക്ക് നല്ലതാണ്. വിറ്റാമിൻസ് ഒക്കെ ഉണ്ടായാലല്ലേ മുടി വളരുള്ളൂ നന്നായിട്ട്. അപ്പോൾ 4 ക്യാപ്സ്യൂൾ എടുക്കുക. അത് നന്നായിട്ട് സ്ക്യൂസ് ചെയ്ത് അതിലോട്ട് ഒഴിക്കുക. അതിനുശേഷം ഒരു ധാത്രി ഹെയർ ഓയിലില്ലേ, ധാത്രി ഹെയർ ഓയിൽ ഒരു 2 സ്പൂൺ ധാത്രി ഹെയർ ഓയിൽ അതിലോട്ട് ഒഴിക്കുക. ഞാൻ ഇവിടെ കണക്ക് നോക്കണില്ല, ഒരു ആവറേജ് ആയിട്ട് ഒരളവ് എടുത്തിട്ടാണ്, കൈയളവ് ഉണ്ടാവില്ലേ, എടുത്തിട്ടാണ് എടുക്കുന്നത്. ഇല്ല നിങ്ങളുടെ അടുത്ത് ഇനി ധാത്രി ഹെയർ ഓയിൽ ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് ആംല ഹെയർ ഓയിൽ യൂസ് ചെയ്യുക കേട്ടോ. അതും ഇല്ല എന്ന് വെച്ചാൽ പിന്നെ വെളിച്ചെണ്ണ യൂസ് ചെയ്യുക. പക്ഷെ ഞാൻ പറയുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് പറയുമ്പോൾ ധാത്രി ഹെയർ ഓയിലാണെന്നാണ് ഞാൻ പറയുന്നത്. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യണം. അതായത് അലോവേറ ജെല്ലും വിറ്റാമിൻ ടാബ്ലറ്റും ഒക്കെ ഹെയർ ഓയിലും എല്ലാം നന്നായിട്ട് മിക്സ് ആയിരിക്കണം, ഫുള്ളായിട്ട് നന്നായിട്ട്. ആദ്യം നമ്മളുടെ തലയിലെ സ്കാൽപ്പിലൊക്കെ ഈ മിക്സ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം തലയിലൊക്കെ. പിന്നെ മുടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. അത് മുടിയിലെ അഗ്രഭാഗത്തും മുടി ആകെ മൊത്തം അപ്ലൈ ചെയ്യണം. പക്ഷെ അഗ്രഭാഗത്തും സ്കാൽപ്പിലുമാണ് അധികമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. കുറച്ച് കുറച്ച് മുടിയെടുത്തിട്ട് ചെയ്യാം, ഒത്തിരി മുടിയെടുത്ത് അപ്ലൈ ചെയ്യരുത്. അപ്പം നമുക്ക് അത്രയും എഫക്റ്റ് കിട്ടില്ല. കുറേശ്ശെ കുറേശ്ശെ മുടിയായിട്ട് എടുത്തിട്ട് നിങ്ങൾ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്താണ് 2 സൈഡിൽ നിന്നും മുടിയെടുത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക ഈ സിറം. അതിന് ശേഷം നന്നായിട്ട് തല നന്നായിട്ട് മസാജ് ചെയ്യുക. നന്നായിട്ട് മസാജ് ചെയ്യണം. ഒരു 20 മിനിറ്റ്സ് നന്നായിട്ട് മസാജ് ചെയ്യണം. മസാജ് ചെയ്തതിന് ശേഷം ഒരു 1/2 hour തലയിൽ വെച്ചതിന് ശേഷം വേണം വന്നിട്ട് നമ്മൾ ഇത് വാഷ് ഓഫ് ചെയ്യാണ്. നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം വാഷ് ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ലൊരു റെസിപ്പിയാണ്, എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളതാണ്. നമുക്ക് വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ടും നല്ല റിസൾട്ട് വന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത്. കട്ടിയില്ലാത്ത മുടിയാണെന്ന് വെച്ചാൽ കുറച്ച് കട്ടി കൂടും, മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നന്നായിട്ട് വളരാൻ തുടങ്ങും. അപ്പം നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. വേറെ എന്താ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് നിങ്ങളെനിക്ക് തരണം. വേറെന്താ, അപ്പോൾ അടുത്തൊരു നല്ല